ഇത് വരുന്നത് ഒരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഫംഗ്ഷന് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒരു പാർട്ടി ഓറിയന്റഡ് ആയിട്ടെല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസിന്റെ കളക്ഷൻസ് ആണ് വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സിൽക്കി കോട്ടയാണ്. സിൽക്കി കോട്ടയിൽ നല്ല ടിഷ്യൂ യാൺസ് വെച്ചിട്ട് ആപ്ലിക് കട്ട് വർക്കിലാണ് എല്ലാ സാരീസും വരുന്നത്. അതും നല്ലൊരു ഫ്ലോറൽ ഒരു ജാൽ പാറ്റേണിലാണ് എല്ലാ സാരീസും വരുന്നത് കേട്ടോ. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാം, വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് സാരി നല്ലൊരു സീ ഗ്രീൻ ആണ്, ഒരു അക്വാ ഗ്രീൻ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ ആപ്ലിക് വർക്ക് പ്ലസ് ഒരു കട്ട് വർക്ക് പാറ്റേണിലാണ് സാരി വരുന്നത്. അതൊരു സപ്പോർട്ടിംഗ് ക്ലോത്ത് വെച്ചിട്ടാണ് ഈ ഒരു സാരിയുടെ ആ ഒരു ഡിസൈൻസ് വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഫുൾ, ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും വരുന്നത്. അതിൽ കണ്ടോ കട്ട് വർക്ക് പാറ്റേൺസ് വരുന്നത്. ഒരു ടിഷ്യൂ ക്ലോത്ത്, ഒരു സപ്പോർട്ടിംഗ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്ക് സൈഡ് കാണിക്കാം. ഈ ഒരു പാറ്റേണിൽ ഒരു ടിഷ്യൂ ക്ലോത്ത് വെച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക് കട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് സാരിയുടെ ബാക്ക് സൈഡ് ആട്ടോ. നല്ലൊരു അക്വ ബ്ലൂ ആണ് സാരിയുടെ കളർ വരുന്നത്. ആ ഒരു സപ്പോർട്ടിംഗ് ക്ലോത്ത് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്യുവൽ കോമ്പിനേഷനാണ്, ഒരു ഡ്യുവൽ ടോൺ വരുന്നുണ്ട്. സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോഴും ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരിക. എൻറ്റയർ സാരിയിലും സെയിം ഈ ഒരു ജാൽ പാറ്റേണിൽ തന്നെയുള്ള ആപ്ലിക് കട്ട് വർക്ക് വന്നിട്ട് സിമ്പിൾ പല്ലു ആണ് വരുന്നത്. ഗോൾഡൻ സെറിയിലുള്ള തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരി. എല്ലാം നല്ല നല്ല സോഫ്റ്റ് കളർ പാലറ്റ്സിലാട്ടോ ഈ സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. ഫ്ലോറൽ ജാൽ ഡിസൈനിൽ ആപ്ലിക് കട്ട് വർക്കിലാണ് സാരി വരുന്നത്. സിൽക്കി കോട്ടയിൽ ഒരു ടിഷ്യൂ സപ്പോർട്ടിംഗ് ക്ലോത്ത് വെച്ചിട്ടാണ് ഈ എല്ലാ സാരീസും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിലാണ് സാരി വരുന്നത്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ അതൊരു ബ്ലെൻഡഡ് കളറിലാണ് വരുന്നത്. ഒരു റോസ് ഗോൾഡ് ആൻഡ് ഒരു ഷാമ്പെയിൻ പിങ്ക് ആ ഒരു കമ്പൈൻ കോമ്പിനേഷനിലാണ് സാരിയിലെ ആ ഒരു കളർ പാലറ്റ് പറയുകയാണെങ്കിൽ. അതിലും സെൽഫ് കളർ തന്നെയായിരിക്കും ഫ്ലോറൽ ജാൽ ഡിസൈനിൽ ആപ്ലിക് കട്ട് വർക്കാണ് എൻറ്റയർ സാരി വരിക. പല്ലു സെയിം സ്റ്റൈൽ, ഒരു ഗോൾഡൻ സെറിയിലുള്ള ഷോർട്ട് മുന്താണി. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. പ്ലെയിനിൽ ആ ഒരു സിമ്പിൾ ആ ഒരു റിബൺ ബോർഡർ വരുന്നുണ്ടാവും. നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആപ്ലിക് കട്ട് വർക്ക് ആണ് എൻറ്റയർ സാരിയും വരിക. ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട്. റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. പീച്ചിലും അതേ സ്റ്റൈലിൽ തന്നെ ഫുൾ ആ ഒരു ആപ്ലിക് വർക്ക് കട്ട് വർക്ക് പാറ്റേണിലാണ്. ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഗോൾഡൻ സെറി വുവൻ സ്റ്റൈലിലുള്ള ഷോർട്ട് പല്ലു വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആപ്ലിക് കട്ട് വർക്ക് തന്നെയായിരിക്കും എൻറ്റയർ സാരി. ഫ്ലോറൽ ജാൽ ഡിസൈനിൽ തന്നെ വന്നിട്ട് റണ്ണിങ് പല്ലു. അടുത്ത കളർ വീണ്ടും പേസ്റ്റൽ ടോൺ തന്നെ കേട്ടോ. ഡിസൈനിൽ ഫ്ലോറൽ ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസൈനിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഇത് നല്ലൊരു ജാൽ പാറ്റേണിൽ തന്നെയാണ്, ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് വരുന്നത്. കളർ പറയുകയാണെങ്കിൽ ഒരു പേസ്റ്റൽ ബേബി പിങ്ക്, ഒരു സോഫ്റ്റ് ബേബി പിങ്ക് ആണ് വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെ ആപ്ലിക് കട്ട് വർക്ക് തന്നെ വരും. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ടിഷ്യൂ സപ്പോർട്ടിംഗ് ക്ലോത്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത് സാരിക്ക്. ബോർഡർ ഇല്ല, എല്ലാ സാരീസും വരുന്നത് വിത്തൗട്ട് ബോർഡർ ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്, പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരിക. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ ഷോർട്ട് മുന്താണി, ബ്ലൗസ്. വീണ്ടും അക്വ ഗ്രീൻ, നല്ലൊരു ഓഷ്യൻ ഗ്രീൻ തന്നെ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈൽ അതേ ഫ്ലോറൽ ജാൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും സാരി വരിക വിത്ത് റണ്ണിങ് പല്ലു. സെയിം സ്റ്റൈൽ തന്നെ കേട്ടോ. പേസ്റ്റൽ യെല്ലോ, നല്ലൊരു ഗോൾഡ് ടിൻറ്റഡ് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫുൾ ആപ്ലിക് കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും വരുന്ന സാരി. വീണ്ടും പീച്ച് കളർ ആട്ടോ. പീച്ചിലും അതേ സ്റ്റൈലിൽ തന്നെ സെയിം ആപ്ലിക് കട്ട് വർക്കിലായിരിക്കും സാരി വരുന്നത്. പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈൽ അതേ ആപ്ലിക് കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും സാരി വരുന്നത് വിത്ത് പല്ലു. വീണ്ടും സോഫ്റ്റ് ബേബി പിങ്ക് ആണ്. ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇതും ആ ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനിൽ തന്നെ വളരെ ചെറിയൊരു ഡിഫറൻസ് ആട്ടോ ഓരോ പാറ്റേണും തമ്മിൽ. ഇതിലും ആപ്ലിക് കട്ട് വർക്ക് തന്നെ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡി വരുന്നത് കംപ്ലീറ്റ്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പിങ്ക് ആണ് കളർ വരുന്നത് വിത്ത് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളർ വീണ്ടും അക്വ ബ്ലൂ ആണ്. അക്വ ബ്ലൂ, അക്വ ഗ്രീൻ ആ ഒരു ബ്ലെൻഡഡ് ഷെയ്ഡിലാട്ടോ സാരി വരുന്നത്. സെയിം അതേ പാറ്റേൺ ഫ്ലോറൽ ജാൽ ഡിസൈൻ, കട്ട് വർക്ക് ആൻഡ് ആപ്ലിക് വർക്കിലായിരിക്കും എല്ലാ സാരീസും. ഷോർട്ട് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. പേസ്റ്റൽ യെല്ലോ നെക്സ്റ്റ് സാരി വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ മുന്താണി, ബ്ലൗസ്. അടുത്ത കളർ വരുന്നത് പീച്ച് ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പീച്ചിലും സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഫ്ലോറൽ ആ ഒരു ആപ്ലിക് കട്ട് വർക്ക് തന്നെ ആയിരിക്കും എല്ലാ സാരീസും. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. ആപ്ലിക് കട്ട് വർക്കിൽ വന്ന നല്ല പേസ്റ്റൽ കളർ ചാർട്ടിലായിരുന്നു എല്ലാ സാരീസും വന്നത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതെല്ലാം നമുക്ക് അല്ലാതെ ഒരു വെഡിങ് പോലുള്ള ഫംഗ്ഷനും നമുക്കൊരു റിസപ്ഷനും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. നല്ല സ്റ്റൈലിഷ് ബ്ലൗസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു.
ലാസ്റ്റ് സാരി വരുന്നതും പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. പേസ്റ്റൽ പിസ്ത ഗ്രീൻ, സെയിം സ്റ്റൈൽ ഫ്ലോറൽ ജാൽ ഡിസൈൻസ് വന്നിട്ട് ആപ്ലി കട്ട് വർക്ക് തന്നെ സാരി വരുന്നത്. റണ്ണിങ് പല്ലു, എല്ലാ സാരീസിനും ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും.